ഇഷ്ടമില്ലാതെയാണ് സിനിമാ മേഖലയിലേക്ക് എത്തിയത്. എന്നാൽ ഞാനിതെല്ലാം ആസ്വദിച്ചാണ് ചെയ്യുന്നതെന്ന് കുഞ്ചാക്കോ ബോബൻ പറയുന്നു. പേളി മണി ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു തന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച് കൂടുതലായി സംസാരിച്ചത്. "ഞാൻ മൂന്നാമത്തെ തലമുറയാണ്. എന്റെ നിയോഗവും ഇതായിരിക്കും. എല്ലാ മേഖലയും എനിക്കിഷ്ടമാണ്. നേരത്തെയാണെങ്കിൽ സീരിയോടൊപ്പം കഥാപാത്രങ്ങളായിരുന്നു. അതിൽ നിന്ന് മാറാൻ സാധിച്ചത് വലിയ കാര്യമാണ്. റൊമാന്റിക് ഹീറോയായി മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ടൈപ്പ് കഥാപാത്രങ്ങളും ആഗ്രഹിച്ചതാണ്. ഇടയ്ക്ക് കുറച്ചുകാലം മാറി നിന്നെങ്കിലും ഗംഭീരമായി തിരിച്ചുവരവായിരുന്നു കുഞ്ചാക്കോ ബോബൻ നടത്തിയത്. വിഷു പ്രമാണിച്ച് മുണ്ടും ഷർട്ടും ഇട്ടായിരുന്നു കുഞ്ചാക്കോ ബോബനും ചിദംബരവും എത്തിയത്. അതിനിടയിലാണ് പേളി ചാക്കോച്ചനോട് മുണ്ട് പൊക്കാൻ പറഞ്ഞത്. "ഏയ്" എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ഡിസൈൻ കാണാൻ വേണ്ടിയാണെന്ന് പേളി പറഞ്ഞപ്പോൾ "മാറ്റി കാണിക്കൂ" എന്നാണ് പറഞ്ഞേണ്ടത്. അല്ലാതെ പൊക്കി കാണിക്കൂ എന്നല്ല. "ആ മ്യൂറൽ പെയിന്റിംഗ് നോക്കൂ. ഇത് പ്രിയ ചേച്ചിയുടെ സാരിയുടെ ബാക്കിയാണല്ലെന്നും ചാക്കോച്ചൻ ചോദിച്ചു. ഇനി അതങ്ങനെ പറഞ്ഞോന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഗ്രാൻഡായിട്ടുണ്ടെന്ന് പേളി പറഞ്ഞിരുന്നു. അമ്മായി നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നെന്ന് റിതി ശ്രുതിയുടെ കമന്റ്. 3 പേരെയും കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന കമന്റുകളും വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട്. "അനീതി പ്രാവ് 2 ചെയ്യുകയാണെങ്കിൽ ഞാൻ റെഡിയാണ്. അതിൽ ഞാൻ ഒരൊറ്റ മകനാണ്. ഫാസിൽ സാർ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. പക്ഷേ ഇപ്പോൾ അനീതി പ്രാവിനെ കുറിച്ചാണ് ആളുകൾ കാണുമ്പോൾ പറയാറുള്ളത്. എന്നെ സംബന്ധിച്ച് വലിയ റിസ്കായിരുന്നു ആ ചിത്രം. പുലിമടയിൽ എത്തിയതുപോലെ ആയിരുന്നു. അത്രയും പേര് കേട്ടതും അനുഭവസമ്പത്തുള്ളവരായിരുന്നു എല്ലാവരും. ഇന്നും ആ സിനിമയും കഥാപാത്രങ്ങളുമൊക്കെ ആളുകൾ ഓർത്തിരിക്കുന്നത് വലിയ ഭാഗ്യമായി കാണുന്നു. ഫാസിൽ സാറിനെ നേരത്തെ അറിയാമായിരുന്നു. ഫാമിലി ഫ്രണ്ടാണ്. അദ്ദേഹം കാണിച്ചു തന്നതുപോലെ തന്നെ ചെയ്തു" എന്നായിരുന്നു അനീതി റാവു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞത്. അതുപോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയെക്കുറിച്ചും പറയാറുണ്ട്. "പോലീസ് യൂണിഫോം ഇടുമ്പോൾ തന്നെ എനിക്കൊരു എനർജി വരും. ആരിട്ടാലും അത് വരും. എല്ലാവരും സഹായിച്ചിരുന്നു ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ" എന്നും അദ്ദേഹം പറഞ്ഞു. നല്ല സിനിമകൾ ചെയ്യുമ്പോൾ പ്രൊഡക്ഷനും പങ്കാളിയാവാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇഷ്ടമുള്ള കാര്യമാണ്. ഫിലിം മേക്കേഴ്സിന് എല്ലാ പ്രോസസ്സും ഇഷ്ടമാണ്. അഭിനയിക്കുമ്പോൾ പ്രൊഡക്ഷന്റെ ടെൻഷൻ വരാറില്ല. അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് പ്രിയമായാണ്.